പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ വളരുക എന്നതാണ് വിമല ഹൃദയ സഖ്യത്തിൻ്റെ ലക്ഷ്യം. വിമല ഹൃദയ സഖ്യത്തിൻ്റെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളിവിടെ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ എനിക്കേറെ സന്തോഷമുണ്ട്. ഏവർക്കും വാർഷിക ആഘോഷത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ നേരുകയാണ്. വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ അജ്ന എന്ന പെൺകുട്ടിയുടെ ജീവിതകഥ പറയുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ തൻ്റെ ജീവന തുല്യം സ്നേഹിച്ച അജ്ന രോഗങ്ങളിലും വേദനകളിലും തൻ്റെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ചു. അജ്നയുടെ ജീവിതം ഈശോയുടെ സ്നേഹത്തിൽ വളർന്നു വരുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും ഒരു മാതൃകയാണ്. ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലുള്ള നമ്മുടെ ഭക്തിയും വിശ്വാസവും കൂടുതലായിട്ട് വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അജ്ന ഭൂമിയിൽ ദൈവം തന്ന ജീവിതത്തെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർത്ത പെൺകുട്ടി. കടുത്ത യാതനകൾക്കിടയിലും ദിവ്യകാരുണ്യസ്ഥനായ ക്രിസ്തുനാഥനെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാൻ കരുത്തു പകരുന്നതാണ് അജ്നയുടെ ജീവിതകഥ. 1994 ഏപ്രിൽ 2 കൊച്ചിയിലെ തൈക്കൂടം ഇടവകയിൽ ജോർജിൻ്റെയും അച്ചാമ്മയുടെയും രണ്ടാമത്തെ മകളായി അജ്ന ജനിച്ചു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോയ കുടുംബത്തിന് ദൈവം നൽകിയ കുഞ്ഞു മാലാഖയായിരുന്നു അജ്ന. മാതാപിതാക്കൾ പകർന്നു നൽകിയ വിശ്വാസത്തിലൂടെയും വിശുദ്ധ ബൈബിൾ നൽകിയ തിരുവചന വെളിച്ചത്തിലൂടെയും അജ്ന വളർന്നു. മോളെ, നീ എന്തിനാ ഇപ്പൊ ബൈബിൾ വായിക്കുന്നത്? നാളെ പരീക്ഷ ഉള്ളതല്ലേ? അത് കഴിഞ്ഞ് ബൈബിൾ വായിച്ചാ പോരെ? ബൈബിളിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരില്ലല്ലോ. അമ്മേ, ഞാൻ ഈശോയുടെ വചനങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കലും തോൽക്കില്ല. മോളുടെ വിശ്വാസം ഈ അമ്മയ്ക്കറിയാം. എങ്കിലും മോൾ എന്തു പറയുന്നു എന്നറിയാൻ അമ്മ വെറുതെ ചോദിച്ചതാ. പരീക്ഷയ്ക്കുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ബൈബിൾ കൂടി വായിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ മനസ്സിലെല്ലാ ഉത്തരങ്ങളും തെളിഞ്ഞു വരും. അതേ മോളെ, നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഈശോടൊപ്പമായിരുന്നു ചെയ്താൽ അത് വളരെ നന്നായിരിക്കും. അമ്മേ, ഞാൻ ഈശോയുടെ അനുവാദം ചോദിച്ചു മാത്രമേ എന്തും ചെയ്യുകയുള്ളൂ. ഈശോയോട് സംസാരിക്കാനും അനുവാദം ചോദിക്കാനുമൊക്കെ ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ മോളെ? ഇപ്പോൾ ഞാൻ ഈശോയോട് എന്ന് സംസാരിക്കും. ഞാൻ പറയുന്നതെല്ലാം ഈശോയും കേൾക്കും. എന്നിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് എന്നോട് പറഞ്ഞു തരും. ഈശോയുടെ അടുത്തിരുന്ന് സംസാരിക്കാനുള്ള വഴി ഞാൻ അമ്മയ്ക്കും പറഞ്ഞു തരാം കേട്ടോ. അത് അമ്മയ്ക്കും അറിയണം. മോള് വാ, വല്ലതും കഴിക്കണ്ടേ? ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആ കുഞ്ഞു ഹൃദയം ഒത്തിരി സ്നേഹിച്ചു. അൾത്താരയ്ക്കരികിൽ നിന്ന് പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ അജ്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഈശോയെ, നിന്നെ വിട്ടുപോകാൻ എന്നെ ഒരിക്കലും അനുവദിക്കല്ലേ. പറ്റുന്ന അത്രയും സമയം ദിവ്യകാരുണ്യസ്ഥനായ ക്രിസ്തുനാഥൻ്റെ അരികിലായിരിക്കാൻ അജ്ന ആഗ്രഹിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെ സ്കൂളിനടുത്തുള്ള ചാപ്പലിൽ അവൾ ഓടിയെത്തിയിരുന്നു. ഹൃദയം കൊണ്ടുള്ള ഈശോയുമായുള്ള സംഭാഷണത്തിൽ അജ്ന ആത്മീയ ആനന്ദം അനുഭവിച്ചു. വളരും തോറും അജ്നയുടെ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും തീഷ്ണതയും
വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ജീവിതത്തിൽ എന്തു തീരുമാനമെടുക്കുമ്പോഴും ഈശോയോട് ചോദിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് ചെയ്യാൻ അജ്ന ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണത്തിലും തിരുവോസ്തി എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനകളിലും സ്വർഗം തുറക്കപ്പെടുന്നതായി അജ്ന അറിഞ്ഞു. ഉള്ളിനുള്ളിൽ നീ മാത്രം മതി എൻ്റെ ഈശോയെ എന്ന് അജ്നയുടെ മനസ്സ് എപ്പോഴും മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഹായ് ചേച്ചി. ഹായ് ടീനിയോ, വാ. ഇന്ന് ലഞ്ച് ബ്രേക്കിൽ ചേച്ചിനെ ഞാൻ എവിടെയെല്ലാം തിരക്കി. നമുക്ക് പാട്ട് പ്രാക്ടീസ് നോക്കണ്ടേ? ഉച്ചയ്ക്ക് ചേച്ചി എവിടെയായിരുന്നു? ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ഈശോയുടെ അരികിലായിരുന്നു. ഈശോയുടെ അരികിലോ? അതെ, നമ്മുടെ ചാപ്പലിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനരികിൽ. ആ, എനിക്കറിയാം. ചേച്ചി സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ പോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാനതങ്ങ് മറന്നുപോയി. നമുക്ക് ഏതൊക്കെ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാ ചേച്ചി പറഞ്ഞത്? ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന നന്മ നിറഞ്ഞ പാട്ടുകൾ നമുക്ക് പഠിക്കുകയും പാടുകയും വേണം. നമുക്ക് കിട്ടിയ ഈശോയെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ടീമിനെ ഞാൻ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ പാട്ടും പ്രസംഗവുമൊക്കെ അവർക്കിഷ്ടമാണ്. അജ്ന ചേച്ചിയെ എനിക്കും ഇഷ്ടമാണ്. ഇത്രയേറെ കഴിവുണ്ടായിട്ടും ഇത്ര നല്ല ആളായിട്ടും നന്നായി പഠിച്ചിട്ടും നന്നായി പാടിയിട്ടും അതിൻ്റെ ഒരഹങ്കാരവും ചേച്ചിക്കില്ല. മോളെ, ഈ ഭൂമിയിൽ അഹങ്കരിക്കാൻ ഒന്നും നമ്മുടേതല്ല. എല്ലാം ദൈവത്തിന്റെ സമ്മാനമാണ്. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് കൂടി പങ്കിടണം. ഓരോരുത്തരെയും നമുക്ക് ചേർത്ത് പിടിക്കാം. കുഞ്ഞുങ്ങളെപ്പോലും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരണം. എവിടെയാ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉള്ളത്? അവരവിടെയുണ്ട്. ചേച്ചിനെ അങ്ങോട്ട് കൊണ്ടുചെല്ലാമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പോകാം. താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവരോട് കൂടി പങ്കുവയ്ക്കുന്നതിൽ അജ്ന തീഷ്ണത കാണിച്ചിരുന്നു. കുട്ടികളെ സംഘടിപ്പിച്ച് തിരുവചന സന്ദേശം ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങളും മ്യൂസിക് ബാൻഡും അജ്ന ഒരുക്കി. ജീസസ് യൂത്തിൽ ഒരു നിറസാന്നിധ്യമായി അജ്ന മാറി. ആത്മാവിൽ നിറഞ്ഞ ആനന്ദത്തോടെ അവൾ ഈശോയെ പ്രഘോഷിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് തൻ്റെ കൂട്ടുകാരെ കൂടി അജ്ന കൊണ്ടുവന്നു. ദിവ്യകാരുണ്യം ഹൃത്തിനാനന്ദമാണെന്നും ആത്മസൗഭാഗ്യമാണെന്നും അജ്ന വിശ്വസിച്ചു. മോളെ, ഈശോ ഉപമകളിലൂടെയും കഥകളിലൂടെയും ഒക്കെയാണ് സാധാരണക്കാരായ മനുഷ്യരോട് സംസാരിച്ചത്. അതുപോലെ ദൈവവചനം എല്ലായിടത്തും എത്തിക്കുന്നതിന് എല്ലാ മീഡിയയും നമുക്ക് ഉപയോഗിക്കാം. ആക്ഷൻ സോങ്ങിലൂടെയും പാട്ടിലൂടെയും ഡാൻസിലൂടെയും ഒക്കെ. ചേച്ചി പഠിപ്പിച്ച ആക്ഷൻ സോങ്ങുകളും ഡാൻസുകളുമെല്ലാം നമ്മുടെ കൂട്ടുകാരെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയതും ബൈബിളിലെ ചില ഉപമകളുമൊക്കെ നമ്മുടെ കൂട്ടുകാർ ചെയ്യുന്നത് കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ. ബൈബിൾ വചനങ്ങളും ദിവ്യകാരുണ്യത്തിന്റെ മഹത്വവുമെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ കലാരൂപങ്ങളിലൂടെ പ്രഘോഷിക്കുക തന്നെ വേണം. ഈശോയുടെ ഒപ്പമായിരുന്നു കൊണ്ട് ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന അജ്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമായി സമയം മാറ്റിവെച്ചിരുന്നു. അജ്നയും കൂട്ടുകാരും അനാഥാലയങ്ങളും ഹോസ്പിറ്റലുകളും സന്ദർശിച്ച് അവരെ സഹായിച്ചു. തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട പാവം മനുഷ്യരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ ദുഃഖങ്ങളിൽ ആശ്വാസമാകാനും അജ്നയും കൂട്ടുകാരും ശ്രദ്ധിച്ചിരുന്നു. തെരുവിലലയുന്ന പാവങ്ങളെയും ഭിക്ഷാടകരെയും സംഘടിപ്പിച്ച് തണൽമരം എന്ന പേരിൽ ഒരു കൂട്ടായ്മയുണ്ടാക്കി. ആഗ്രഹമുണ്ടെങ്കിലും വലിയവരുടെ ലോകത്തിൽ തങ്ങളെ പ്രവേശിപ്പിക്കുമോ എന്ന ഭയം കൊണ്ടോ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടോ ലുലു മാൾ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത തണൽമരത്തിലെ അംഗങ്ങളെയും തെരുവിലലയുന്ന പാവങ്ങളെയും ഭിക്ഷക്കാരെയും ചേർത്തു പിടിച്ച് അജ്നയും ജീസസ് യൂത്ത് പ്രവർത്തകരും കൂടി അവരെ ലുലു മാളിൽ കൊണ്ടുപോയി. അവർക്ക് ഷോപ്പിങ്ങിനായി ഓരോരുത്തർക്കും 500 രൂപ വീതം നൽകി ഭക്ഷണവും വാങ്ങിക്കൊടുത്തു. കോളേജിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ കയറി ആക്രി പെറുക്കിയാണ് അജ്നയും സംഘവും അതിനുള്ള പണം സമ്പാദിച്ചത്. അങ്ങനെ തന്നാലാകും വിധം തൻ്റെ ജീവിതം കൊണ്ട് അജ്ന സുവിശേഷ സാക്ഷിയായി ജീവിച്ചു വരുമ്പോഴാണ് അപരിഹാര്യമായ അർബുദമെന്ന രോഗത്തിന് അജ്ന
അടിപ്പെടുന്നത്. തങ്ങളുടെ മകൾക്ക് പിടിപെട്ട മഹാരോഗത്തിൻ്റെ ഭീകരത അജ്നയുടെ മാതാപിതാക്കളെ അപ്പാടെ തകർത്ത് കളഞ്ഞു. അവിടെയാണ് സഹനത്തിലും ജ്വലിച്ചുയരുന്ന അജ്നയുടെ വിശ്വാസവും ജീവിത വിശുദ്ധിയും നാം കാണുന്നത്. ദിവ്യകാരുണ്യസ്ഥനായ യേശുനാഥന് അജ്ന തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു. രോഗാവസ്ഥയിലും കടുത്ത വേദനകൾക്കിടയിലും അജ്ന അൾത്താരയ്ക്കരികിലെത്തി പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ദിവ്യകാരുണ്യസ്ഥനായ ഈശോയോട് അജ്ന പ്രാർത്ഥിച്ചു. ഈശോയെ, പറ്റുന്നത്രയും കാലം എനിക്ക് ദിവ്യബലിയിൽ പങ്കുകൊള്ളണം. അഥവാ ഞാൻ ഹോസ്പിറ്റലിൽ പൂർണ്ണമായും കിടന്നു പോയാ അപ്പോഴും എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയണം. ദിവ്യബലിയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പാദ്രിപ്പിയോ പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. സൂര്യൻ ഉദിക്കാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും, പക്ഷേ ദിവ്യബലി ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അധികം വൈകാതെ അജ്ന പൂർണ്ണമായും രോഗശയ്യയിലായി. മരണം തൊട്ടരികിൽ നിൽക്കുമ്പോഴും ഈശോയെ സ്വീകരിക്കുവാൻ സദാസമയവും അജ്ന ഒരുങ്ങിയിരുന്നു. ജോർജായ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇത്ര തീവ്രമായ വേദനകൾക്കിടയിലും അജ്നയിൽ കാണുന്ന ധൈര്യവും വിശ്വാസ തീഷ്ണതയും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യമാണ് മോളുടെ ശക്തി. വേദപുസ്തകത്തിൽ അവൾ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് സഹനങ്ങളുടെ പിതാവായ ജോബിന്റെ പുസ്തകമാണ്. സമാധാനപ്പെടൂ. ഇത്രയും വിശുദ്ധിയുള്ള ദൈവവിശ്വാസമുള്ള ഒരു മകളെ ലഭിച്ചത് ഭാഗ്യമല്ലേ? അനേകർക്ക് ഈശോയിലേക്ക് എത്താനുള്ളൊരു മാർഗമാണ് അജ്നമോളുടെ ജീവിതം. ഈ വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുന്ന അവളുടെ മുഖമാണ് ഞങ്ങൾക്ക് ആശ്വാസമേകുന്നത്. അവളുടെ രോഗത്തെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ ഇത്തിരി പോലും സങ്കടപ്പെടുന്നത് അവൾക്കിഷ്ടമല്ല. ഈ രോഗശൈലിയിൽ അജ്നയ്ക്ക് കുർബാന കൊടുക്കാൻ എത്തുമ്പോൾ ഈ മുറിയാകെ ദേവാലയമായി മാറുന്നത് പോലെ എനിക്ക് തോന്നി. ദിവ്യകാരുണ്യസ്ഥനായ നാഥൻ അവളെ ശക്തിപ്പെടുത്തട്ടെ. യുവതലമുറ ദിവ്യകാരുണ്യത്തിൽ നിന്നും ദിവ്യബലിയിൽ നിന്നും അകന്നു പോകുമ്പോൾ അവരെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു നിയോഗമെന്ന പോലെയാണ് അജ്നയുടെ ജീവിതം. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അച്ചായൻ മോളുടെ അടുത്തേക്ക് ചെല്ല്. പ്രാണനും ഓർമ്മയും ഒരുപോലെ നഷ്ടമാകുന്ന അവസാന നിമിഷത്തിലും അജ്നയുടെ ഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യപ്രകാശം നിറഞ്ഞു നിന്നു. 2022 ജനുവരി 21 വെള്ളിയാഴ്ച ആ ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി സ്വർഗകവാടങ്ങൾ തുറന്ന് യാത്രയായി.